സ്നേഹത്തീരത്തു ഞാനെത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും ആണിയേറ്റ പാദങ്ങൾ. സ്നേഹത്തീരത്തു ഞാനെത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും ആണിയേറ്റ പാദങ്ങൾ. ലോകം വെറുത്ത വിശുദ്ധന്മാരും ജീവൻ ത്യജിച്ച ഭക്തന്മാരും. ലോകം വെറുത്ത വിശുദ്ധന്മാരും ജീവൻ ത്യജിച്ച ഭക്തന്മാരും. മുൻപേ പോയ വിശുദ്ധന്മാരെല്ലാരുമായി ഒത്തുചേർന്നിടും പ്രിയൻ സന്നിധം. മുൻപേ പോയ വിശുദ്ധന്മാരെല്ലാരുമായി ഒത്തുചേർന്നിടും പ്രിയൻ സന്നിധം. സ്നേഹത്തീരത്തു ഞാനെത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും ആണിയേറ്റ പാദങ്ങൾ. ജയം വാട്ടം മാലിന്യങ്ങളില്ലാത്ത തേജസ്സിൻ ശരീരം നാം പ്രാപിക്കും. ജയം വാട്ടം മാലിന്യങ്ങളില്ലാത്ത തേജസ്സിൻ ശരീരം നാം പ്രാപിക്കും. വൃദ്ധരും ബാലരെല്ലാരും ഒരുപോൽ ആർത്തു ഘോഷിച്ചാനന്ദിക്കും പാദത്തിൽ. വൃദ്ധരും ബാലരെല്ലാരും ഒരുപോൽ ആർത്തു ഘോഷിച്ചാനന്ദിക്കും പാദത്തിൽ. സ്നേഹത്തീരത്തു ഞാനെത്തുമ്പോൾ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും. ആനന്ദ കണ്ണീർ വീഴ്ത്തിടും പാദത്തിൽ ഞാൻ മുത്തിടും ആണിയേറ്റ പാദങ്ങൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേലിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബിനെ കുറിച്ച് തന്നെ നാം ഇങ്ങനെ തുടരെ ചിന്തിച്ച് വരികയാണ്. കഴിഞ്ഞ എത്രയോ പ്രാവശ്യങ്ങളിലായിട്ടാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ ഗൗരവമേറിയ ആത്മീയ പാഠങ്ങൾ ധ്യാനിച്ചു വരുന്നത്. അത് പറഞ്ഞിട്ടും തീരുന്നില്ല.
ഓരോന്നോരോന്നും ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ആ ധ്യാന ചിന്തകൾ പിന്നെയും പിന്നെയും ചിറക് വിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം കാണുന്നത് യാക്കോബ് വാസ്തവത്തിൽ അവിടെ ആ രാത്രി സമയം, സൂര്യൻ അസ്തമിച്ച് രാത്രി സമയം ഒരു കല്ല് തലയണിയായി വെച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ ചിത്രം ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഒരു നഷ്ടപ്പെട്ട ആത്മാവിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് യാക്കോബ്. യാക്കോബ് നഷ്ടപ്പെട്ടു പോയൊരാത്മാവിൻ്റെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരാത്മാവിൻ്റെ, ജീവിതം അന്ധകാരം വ്യാപിച്ച ഒരാത്മാവിൻ്റെ, ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച ഒരാത്മാവിൻ്റെ, ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരാത്മാവിൻ്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ആ ബേഥേലിൽ കിടന്നുറങ്ങുന്ന യാക്കോബ്. നമ്മിൽ പലരും അങ്ങനെയാണ്. ജീവിതത്തിൽ കൂരിരുളിൻ്റെ മധ്യത്തിലാണ്, ചുറ്റും കൂരിരുളിൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇരുളിൻ്റെ ആ പേടിപ്പെടുത്തുന്ന ആക്രമണത്തിൽ തളർന്ന് അവശതയോടെ യാക്കോബ് അവിടെ കിടക്കുകയാണ്. ഒരു കല്ല് തലയിണയായി വെച്ച് ആ കല്ലിൽ തളർന്ന് കിടക്കുകയാണ്. യാക്കോബിൻ്റെ ജീവിതം കൂരിരുട്ടിലാണ്. അത് പുറമേയുള്ള ഇരുട്ട് മാത്രമല്ല, പ്രകൃതിയിലേക്ക് ഇരുട്ട് ബാധിച്ചിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആന്തരികമായ ആശയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഗൗരവമേറിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അനേകരിന്ന് കൂരിരുട്ടിലാണ്. കൂരിരുട്ടിൽ, നൈരാശ്യത്തിൻ്റെ കൂരിരുട്ടിൽപ്പെട്ട് വലയുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ആശ അസ്തമിച്ച് ഇനിയൊരു നല്ല കാലം കിട്ടുമെന്നുള്ളതായ യാതൊരു പ്രതീക്ഷയുമില്ലാതെ മനസ്സ് മടുത്ത് ഹൃദയം വിഷാദ പരവശമായി കഴിയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെങ്ങനെയാണോ? ഭാവിയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത്, ഇനി എങ്ങനെ, ഞാൻ എന്തു വേണ്ടു, എൻ്റെ ഭാവി എങ്ങനെ? ഒരു ശൂന്യതയാണ് മുൻപിൽ കാണുന്നത്, വെറും ശൂന്യത. യാതൊരു വിധത്തിലും ഒരു വെളിച്ചത്തിൻ്റെ കണിക പോലും കാണുന്നില്ല. ഭാവിയിലേക്ക് നോക്കിയാൽ ശൂന്യത മാത്രമായിട്ട് ആരെല്ലാം ഇരിക്കുന്നുണ്ട്. കടം വന്ന് മൂടിയിരിക്കുന്നു, രോഗം വന്ന് ഗ്രസിച്ചിരിക്കുന്നു, ശരീരമാസകലം ക്ഷീണിച്ച് അവശമായിരിക്കുന്നു, മനസ്സ് മടുത്തിരിക്കുന്നു, എല്ലാ വിധത്തിലും വഴിമുട്ടിയിരിക്കുന്നു, തളർന്ന് വിവശതയോടെ കഴിയുന്നവർ. യാക്കോബ് അതിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ. കൂരിരുൾ, ജീവിതത്തിൻ്റെ കൂരിരുൾ, നൈരാശ്യത്തിൻ്റെ കൂരിരുൾ. നൈരാശ്യത്തിൻ്റെ കൂരിരുട്ട് മാത്രമല്ല, യാക്കോബിൻ്റെ ഹൃദയത്തിൽ പാപബോധം നിറഞ്ഞു നിൽക്കുന്നു. പാപബോധം. വേണ്ടായിരുന്നു, അപ്പനെ കബളിപ്പിക്കേണ്ടായിരുന്നു, അപ്പൻ്റെ മുമ്പിൽ നുണ പറയേണ്ടായിരുന്നു. ഞാൻ നിൻ്റെ ആദ്യാതിന് ഏശാവെന്ന് കണ്ണുകാഴ്ച കുറഞ്ഞു പോയി അപ്പനോട് കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. വേണ്ടായിരുന്നു, ഞാൻ ജ്യേഷ്ഠാവകാശം അപഹരിച്ചെടുക്കണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി മാറ്റി വെച്ചിരുന്നതായ അനുഗ്രഹം ഞാൻ മേടിച്ചെടുക്കണ്ടായിരുന്നു. വേണ്ടായിരുന്നു, എനിക്കെൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ. എൻ്റെ അമ്മയുടെ കാൽച്ചുവട്ടിൽ എനിക്ക് ജീവിക്കാമായിരുന്നല്ലോ. ആ വാത്സല്യം നുകർന്ന് എൻ്റെ ജീവിതം കഴിക്കാമായിരുന്നല്ലോ. വേണ്ടായിരുന്നു, അയ്യോ വേണ്ടായിരുന്നു. ചില ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, ആ ആളോട് മിണ്ടണ്ടായിരുന്നു, വേണ്ടായിരുന്നു, ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു, ആ മിസ്ഡ് കോൾ അത് ഗവനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വേണ്ടായിരുന്നു, എനിക്ക് എന്താണ് അപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ പോകാൻ തോന്നിയത്? വേണ്ടായിരുന്നു, മദ്യം രുചി നോക്കാൻ പോകണ്ടായിരുന്നു. വേണ്ടായിരുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടണ്ടായിരുന്നു. കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങണ്ടായിരുന്നു. വേണ്ടായിരുന്നു, ഉഴപ്പുണ്ടായിരുന്നു. ജീവിതം കളഞ്ഞു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചില ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. വേണ്ടായിരുന്നു എന്നുള്ളതായ ചിന്തകൾ, അരുതായികകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അയ്യോ കഷ്ടമായിപ്പോയി, എനിക്ക് എന്താണ് അങ്ങനെ തോന്നിയത്? അങ്ങനെ മിണ്ടാൻ തോന്നിയത് എന്താണ്? അങ്ങനെ പെരുമാറാൻ തോന്നിയത് എന്താണ്? അങ്ങനെ ഇടപെടാൻ തോന്നിയത് എന്താണ്? എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാണ് അങ്ങനെ കോപിച്ചത്? അയ്യോ വേണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലരുടെയെല്ലാം ഹൃദയത്തിൽ ചില വേദനിപ്പിക്കുന്ന ചിന്തകൾ കടന്നു വരുന്നില്ലേ?
അയ്യോ ഭർത്താവിനോട് അങ്ങനെ ധിക്കാരമായി പറയണ്ടായിരുന്നു. പെട്ടെന്ന് വാശി പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണ്ടായിരുന്നു. ആ വീടിൻ്റെ അധിപതിയായി, ആ വീട്ടിലെ രാജ്ഞിയായി വാഴേണ്ടവളല്ലേ ഞാൻ എന്തിനാണ് ഭർത്താവിനോട് പെട്ടെന്ന് ഒന്ന് മുഷിഞ്ഞ് സംസാരിച്ച് വാശി പിടിച്ചിറങ്ങി പോകുന്നത്? അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എന്നത്ര സ്നേഹമാണ്, വരുമെന്ന് വിചാരിച്ചു. കഷ്ടം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ നടന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും തടഞ്ഞിട്ടായിരിക്കാം. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ഇന്ന് വിവാഹമോചനത്തിൻ്റെ വക്കീലായി. വേണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലതും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചിന്തകൾ കടന്നു വരുന്നുണ്ട്. വേണ്ടായിരുന്നു, എന്നെ തന്നെ നശിപ്പിക്കേണ്ടായിരുന്നു, എൻ്റെ ജീവിതം കളഞ്ഞു കുളിക്കണ്ടായിരുന്നു, അയ്യോ വേണ്ടായിരുന്നു, ആ പാവപ്പെട്ട ദൈവബദലിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് വരത്തണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിലേക്ക് ശാപം വരുന്നല്ലോ, എൻ്റെ മക്കൾക്ക് നാശം വരുന്നല്ലോ, എൻ്റെ മക്കൾ നാനാവിധമായി പോകുന്നല്ലോ. വേണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വേലയെ തടുക്കണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വേലക്കാരെ ഉപദ്രവിക്കേണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വേലക്കാരെ പരിഹസിക്കേണ്ടായിരുന്നു. അയ്യോ വേണ്ടായിരുന്നു. എന്തെല്ലാം നിങ്ങൾക്ക് ചിന്ത വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓരോന്ന് നിങ്ങളെയും അലട്ടുന്നുണ്ട്. പാപബോധത്തിൻ്റെ കൂരിരുട്ട്, കുറ്റബോധത്തിൻ്റെ കൂരിരുട്ട് ഇരുൾ പോലെ നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഇരുൾ പോലെ നിങ്ങളെ മൂടിയിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ അന്ന് നല്ലപോലെ പഠിക്കാമായിരുന്നു, ഉത്സാഹത്തോടെ പഠിക്കാമായിരുന്നു. അയ്യോ എൻ്റെ ജീവിതം കളഞ്ഞു പോയല്ലോ, ഞാൻ ഇന്ന് ഒന്നുമില്ലാത്തനായി പോയല്ലോ, എൻ്റെ ജീവിതം ഇത്രയും വിരസമായും മടുപ്പായും തീരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ജീവിതം കളഞ്ഞു പോയല്ലോ, മനസ്സിന്ന് ഉഷ്ണിച്ച് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കൾക്ക് വീതം വെച്ചപ്പോൾ പക്ഷഭേദം കാണിക്കേണ്ടായിരുന്നു. അയ്യോ എനിക്ക് എന്താ അങ്ങനെ തോന്നിപ്പോയത്? ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയോ, ഭാര്യയുടെ പ്രത്യേകമായ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ, മക്കൾക്ക് ഒരുപോലെ വീതിച്ച് കൊടുക്കാതെ ഞാൻ അല്പസ്വല്പം കുറച്ച് മാറ്റിവെച്ചു, അല്പസ്വല്പം ഒരാൾക്ക് കൂട്ടിക്കൊടുത്തു, ഒരാളോട് അല്പം നീരസം കാണിച്ച് അല്പം കുറച്ച് വെച്ചു. വേണ്ടായിരുന്നു. ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. മനസ്സ് ഭാരത്തോടെ ഞരങ്ങുന്നവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയെല്ലാം ഹൃദയത്തിൽ കൂരിരുട്ട് വ്യാപിക്കുന്നുണ്ട്? ആരുടെയെല്ലാം ജീവിതത്തിൽ കൂരിരുട്ട് വ്യാപിച്ചു വന്നിട്ടുണ്ട്? നിങ്ങൾ പണസംബന്ധമായ ക്രമക്കേടുകൾ നടത്തിയ കാര്യങ്ങൾ, പണത്തിൽ അവിശ്വസ്തത കാണിച്ച കാര്യങ്ങൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് അവിശ്വസ്തത കാണിച്ച കാര്യങ്ങൾ, വേണ്ടായിരുന്നു ഒന്നുകൂടി നല്ലപോലെ ജോലി ചെയ്യാമായിരുന്നു തോന്നിയതായ കാര്യങ്ങൾ, അന്ന് വേണ്ടതുപോലെ നിഷ്കർഷയോടെ പ്രവൃത്തിയിൽ എനിക്ക് കാര്യക്ഷമത കാണിക്കാമായിരുന്നു, ആത്മാർത്ഥത കാണിക്കാമായിരുന്നു ചിന്തിക്കുന്നതായ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു വരുന്നുണ്ട്. ഇത് ഓരോന്ന് ഇപ്പോൾ നിങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് അയ്യോ കൂരിട്ടിൻ്റെ മധ്യത്തിലാണല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുക, കുരിശിൻ്റെ താഴ്വരയിലേക്ക് അടുത്ത് ചെല്ലുക. കൂരിരുട്ട് നിങ്ങളെ മൂടിയിരിക്കുകയാണ്. യാക്കോബ് കൂരിരുട്ടിനകത്തായിരിക്കുകയാണ്, കൂരിരുട്ടിൽ മയങ്ങിക്കിടക്കുകയാണ്, ക്ഷീണിച്ച് അവശനായി കിടക്കുകയാണ്. 1 നൈരാശ്യത്തിൻ്റെ കൂരിരുട്ട്, 2 പാപബോധത്തിൻ്റെ കൂരിരുട്ട്, 3 എന്താണ്? അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നകന്ന് പോയിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഓരോ ചുവടും അകന്നകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എനിക്ക് എന്താണ് ഇങ്ങനെ വന്നു പോയത്? ഓരോ ദിവസവും ഞാൻ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, സ്വർഗീയ പിതാവിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇതൊന്നും അറിയുന്നില്ല. ഞാൻ സ്വർഗീയ പിതാവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പലരും ചിന്തിക്കുന്നേയില്ല. അതൊന്നും പലർക്കും ചിന്താവിഷയമല്ല. എൻ്റെ സ്നേഹിതരെ, നിങ്ങളറിയുന്നുണ്ടോ? നിങ്ങൾ ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും നിങ്ങൾ അകന്ന് ദൂരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നകലുന്നു, ദൈവമക്കളിൽ നകലുന്നു, കൂട്ടായ്മയിൽ നകലുന്നു, ദൈവ സാന്നിധ്യത്തിൽ നകലുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നകലുന്നു, ദൈവത്തിൻ്റെ ആ അത്ഭുത കൃപയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹിത, നിനക്ക് ന്യായങ്ങൾ കാണും, നിനക്ക് പല ന്യായീകരണങ്ങൾ കാണും. മകളെ, നിനക്ക് ന്യായം പറയാൻ വക കാണും. എന്നാൽ ന്യായങ്ങളൊന്നും വില പോവുകയില്ല എന്ന്, സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ഒന്നും വിലയുള്ളതായിരിക്കുകയില്ല എന്ന് ഇന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നകന്ന് യാക്കോബ് പോവുകയായിരുന്നു. അവൻ കൂരിട്ടിലേക്കാണ് പോയത്. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തേക്കാണ് അവൻ നീങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇന്ന് അപ്പൻ്റെ ഭവനത്തിലേക്ക് അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണോ, അതോ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ അകന്നുകൊണ്ടിരിക്കുകയാണോ? സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മുടെ കർത്താവ് ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് പറയും, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്ന ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ ചെറുപ്പക്കാരൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി എന്നാണ്. ദൂരദേശത്തേക്ക് പോയി.
ഓരോ ചുവട്ടടിയിലും അവൻ ദൂരദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാപത്തിൻ്റെ വീഴ്ചകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദുർനടപ്പുകാരോട് ജീവിക്കാൻ അവൻ അപ്പനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മ്ലേച്ഛതയിൽ ജീവിക്കാൻ അപ്പനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അപ്പൻ്റെ സമാധാനത്തിൽ നിന്ന്, അപ്പൻ്റെ ഭവനത്തിൻ്റെ സൗഖ്യത്തിൽ നിന്ന്, അപ്പൻ്റെ വേലസ്ഥലത്ത് നിന്ന്, അപ്പൻ്റെ വയലിൽ നിന്ന്, അപ്പൻ്റെ വേലസ്ഥലത്ത് വേല ചെയ്യുന്ന വേലക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ നിമിഷവും അവൻ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ അപ്പൻ്റെ ഭവനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണോ അതോ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. 1 നൈരാശ്യത്തിൻ്റെ കൂരിരുട്ട്, 2 കുറ്റബോധം അലട്ടുന്നതിൻ്റെ കൂരിരുട്ട്, 3 അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകലുന്നതിൻ്റെ കൂരിരുട്ട്, 4 അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ നിന്ന്, സംസർഗത്തിൽ നിന്നുള്ളതായ അകൽച്ചയുടെ കൂരിരുട്ട്. അമ്മയുടെ തണലിലാണ് കഴിഞ്ഞത് യാക്കോബ്. അമ്മയുടെ തണലിലാണ് ജീവിച്ചത്. അമ്മയുടെ വാത്സല്യം നുകർന്നാണ് കഴിഞ്ഞത്. അമ്മയ്ക്ക് ഈ മോനോട് പ്രത്യേക വാത്സല്യമായിരുന്നു. പക്ഷേ ഈ മോൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്? അമ്മയുടെ സാന്നിധ്യം പോലും നഷ്ടപ്പെട്ടു പോയി. ഇത്രയും വാത്സല്യമായിരുന്ന ആ മകൻ ഇപ്പോൾ അമ്മയിൽ നിന്ന് ദൂരെ പോയിരിക്കുകയാണ്. അമ്മയിൽ നിന്ന് അകന്നകന്ന് പോയിരിക്കുകയാണ്. അവന് അത് സഹിക്കാവുന്ന കാര്യമല്ല. അവൻ വീട്ടിൽ നിന്നകന്ന് ജീവിച്ചവനല്ല. അവൻ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞവനല്ല. ഇപ്പോൾ അമ്മയിൽ നിന്ന് ദൂരെയായിരിക്കുന്നു. സംസർഗം നഷ്ടപ്പെട്ടു. ശ്രേഷ്ഠമായ സംസർഗങ്ങൾ നഷ്ടപ്പെട്ടവർ. ശ്രേഷ്ഠമായ സംസർഗം നഷ്ടപ്പെട്ടാൽ കൂരിരുട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുമെന്ന് ഞാൻ കരുതട്ടെ. ശ്രേഷ്ഠമായ സംസർഗങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ശ്രേഷ്ഠമായ കൂട്ടായ്മകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ശ്രേഷ്ഠമായ കൂടിവരവുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ശ്രേഷ്ഠമായ ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ കുളിർമ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന കുളിർമ ഇന്നത് പോയിപ്പോയിരിക്കുകയാണോ? അതോ ഇന്ന് നിങ്ങൾ പ്രകാശത്തിലാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇന്നും പ്രകാശമാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ശോധന ചെയ്യാം. എൻ്റെ കർത്താവേ, ഞാൻ അപ്പനിൽ നിന്ന് അകലുന്നു, ഞാൻ അമ്മയിൽ നിന്ന് അകലുന്നു, ശ്രേഷ്ഠ സംസർഗത്തിൽ നിന്ന് അകലുന്നു, ഞാൻ ഭവനത്തിൽ നിന്ന് അകലുന്നു, ഞാൻ സ്വർഗീയ ഭവനത്തിൽ നിന്ന് അകലുന്നു, ഞാൻ അപ്പൻ്റെ ശ്രേഷ്ഠമായ കൂട്ടായ്മയിൽ നിന്ന് അകലുന്നു, ഞാൻ അപ്പൻ്റെ എല്ലാ സ്നേഹ സാഹചര്യങ്ങളിൽ നിന്ന് അകലുന്നു, അമ്മയുടെ സ്നേഹ വാത്സല്യങ്ങളിൽ നിന്ന് അകലുന്നു. ഞാനിതാ കൂരിട്ടിലേക്ക് പോകുന്നു. കുറ്റബോധം എന്നെ വലയം ചെയ്യുന്നു. നൈരാശ്യം എന്നെ ചൂട് നിൽക്കുന്നു. നൈരാശ്യം എന്നെ ചുറ്റി നിൽക്കുന്നു. ഞാൻ എന്തു വേണ്ടു? ദൈവത്തിന് സ്തോത്രം. ആ കൂരിരുട്ട് യാക്കോവിൻ്റെ ജീവിതത്തിൽ കടുത്ത യാതന യാക്കോവിന് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ സമയത്ത് യാക്കോബ് അവനെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് അറിയാത്തതായിരുന്നു ഏറ്റവും വലിയ കൂരിരുട്ട്. അവനെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് അറിയുന്നില്ല. ദൈവം ഗോവണിമേലിറങ്ങി വന്നപ്പോഴാണ് അവൻ അറിയുന്നത്, എന്നെ കാണുന്നൊരു ദൈവമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ കൂരിരുട്ടിൽ മുങ്ങി പാവബോധത്തിൻ്റെ ദൂഷിത വലയത്തിൽ വലഞ്ഞ് പ്രിയപ്പെട്ടവനെ ആത്മീക സംസർഗം വിട്ടകന്ന് പോകുന്നവനെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ആ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. സ്നേഹിത, നീ വിശ്വസിക്കൂ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിന്നെ കരുതുന്നുണ്ട്. ആരുമില്ല എന്നാണ് നീ ചിന്തിച്ചത്, എന്നാൽ ദൈവം നിന്നെ കരുതുന്നുണ്ട്. ദൈവം ഇതാ നിനക്ക് വേണ്ടി അങ്ങ് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന്, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ജീവനുള്ള ദൈവം സ്വർഗീയ കവാടം തുറന്ന് തൻ്റെ ദാസന് വേണ്ടി ഇറങ്ങി വരികയാണ്. തൻ്റെ ദാസൻ്റെ അരിയിലേക്ക് വരികയാണ്. തൻ്റെ വാത്സല്യഭാജനമായ യാക്കോബിൻ്റെ അരിയിലേക്ക് വരികയാണ്. യാക്കോബിന് അറിഞ്ഞുകൂടാ എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, എന്നെ അന്വേഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, എൻ്റെ കാര്യം നോക്കാനൊരു ദൈവമുണ്ടെന്ന് അത് യാക്കോബിന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് നോക്കിയപ്പോൾ നിത്യനായ ദൈവം അങ്ങ് സ്വർഗത്തോളം എത്തുന്ന ഗോവണിയിൽ ഇതാ മുകൾ തട്ടിൽ നിൽക്കുന്നു. യാക്കോബ് അത്ഭുതത്തോടും അതിശയത്തോടും കൂടി നോക്കി നിന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവേദലേ, ആ അന്ധകാരം എന്താണ്? എന്നെ കരുതുന്ന ദൈവമുണ്ട് എന്നുള്ള അറിവ് ഇല്ലാതെ പോയതാണ് അന്ധകാരം. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള അറിവില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാത്തതാണ് അന്ധകാരം. ദൈവം എന്നെ കരുതുന്നുണ്ട് എന്ന് അറിയാത്തതാണ് അന്ധകാരം. ഇഗ്നറൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഇഗ്നറൻസ്, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ അറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അന്ധകാരത്തിലാണ്. ഞാൻ ഏതായാലും ഉപേക്ഷിക്കപ്പെട്ടില്ലേ, ഞങ്ങളേതായാലും തള്ളപ്പെട്ടില്ലേ, എനിക്കേതായാലും പാവം വന്നില്ലേ, എനിക്ക് അബദ്ധം പറ്റിയില്ലേ, എനിക്ക് തെറ്റ് പറ്റിയില്ലേ, ഇനിയുണ്ടോ ഒരു എഴുന്നേൽപ്പ്, ഇനി എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ, ഇനി എനിക്ക് നല്ല കാലം കിട്ടുമോ, ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കും
ക്രൂശിലിരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ കരുതുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കൂരിരുട്ട്. ദൈവം സ്നേഹം മാത്രമാണ്. ആവർത്തിച്ച് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം ആരെയും വെറുക്കുന്നില്ല, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല, ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല, ദൈവം ആരെയും ബഹിഷ്കരിക്കുന്നില്ല, ദൈവം ആരെയും ശപിക്കുന്നില്ല, ദൈവം ആരോടും കോപിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ജീവനുള്ള ദൈവം ഗോകുൽത്തായിലെ കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ സ്നേഹമാണ്. ആ കുരിശിലെ സ്നേഹം നിങ്ങൾ നോക്കൂ. ആ കുരിശിൽ സ്നേഹം മാത്രമേ കാണാനുള്ളൂ. അവിടെ ക്ഷമ മാത്രമേ കാണുകയുള്ളൂ. അവിടെ മനുഷ്യന് വേണ്ടി ദാഹിക്കുന്ന സ്നേഹം, മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹം, മനുഷ്യനെ വീണ്ടെടുക്കാൻ കൊതിക്കുന്ന സ്നേഹം. ആ സമയത്തും കുരിശിൽ കിടന്ന് പിടയുമ്പോഴും കള്ളനോട് സംസാരിപ്പാൻ ആ സ്നേഹം തയ്യാറായി. അനുദപിക്കുന്ന പാവിയോട് സംസാരിപ്പാൻ ആ സ്നേഹം തയ്യാറായി. അനുദപിക്കുന്ന പാവി അനുതാപത്തോടെ പറയുകയാണ്, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ എന്ന് പറയുകയാണ്. അപ്പോൾ അവനോട് പറയേണ്ടത് പറയാൻ യേശു മറന്നില്ല. അവനോട് പറയേണ്ടത് പറയാൻ യേശു മടിച്ചില്ല. അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടി പർദീസിലിരിക്കും. വേദന കൊണ്ട് പിടയുമ്പോഴും, ശരീരത്തിൽ ആസകലം മുറിവേറ്റ് പിടയുമ്പോഴും, കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തി ചോരയും നീരും ഒഴുകുമ്പോഴും, ശിരസിൽ മുൾമുടി വെച്ച് മുഖത്തു നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രോമകൂപങ്ങളിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ്, കള്ളനോട് പറയുകയാണ്, അനുദപിച്ച പാവിയോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് പർദീസിൽ ഇരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. യേശു അവിടെ അനുദപിക്കുന്ന പാവിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അനാഥയായി അവിടെ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയോട് സംസാരിച്ചു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനാഥനെ പോലെ നിൽക്കുന്ന ശിശുവിനോട് സംസാരിച്ചു, ഇതാ നിൻ്റെ മാതാവ്. അനാഥത്വത്തിൽ വലയുന്നവരോട് സംസാരിക്കാൻ യേശു മറന്നില്ല. ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും ആ സ്നേഹം മറക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ക്രൂശിലെ സ്നേഹം അത് ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. ആ സ്നേഹം കുരിശിന്മേൽ കിടന്നുകൊണ്ട് കരയുന്നത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. സ്വന്തം ശരീരത്തിൽ വേദനയുടെ നീറ്റലിൽപ്പെട്ട് ഉഴലുമ്പോഴും, വേദനയിൽ നീറ്റലിൽപ്പെട്ട് അഴലുമ്പോഴും യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രൂസിൽ കിടക്കുമ്പോഴും യേശു നോക്കേണ്ടടുത്തെല്ലാം നോക്കി, പറയേണ്ടതെല്ലാം പറഞ്ഞു. ജീവനുള്ള ക്രിസ്തു അവിടെ ഒരിടത്തും തന്നെ സ്നേഹം അടക്കി വെച്ചില്ല, സ്നേഹം പ്രകടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കേൾക്കൂ. ക്രൂസിലെ സ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം നിത്യപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുത പ്രകാശനമാണ്. ആ സ്നേഹമാണ് യാക്കോബ് മറന്നുപോയത്. യാക്കോബിന് മനസ്സിലായില്ല. യാക്കോബ് ആ സ്നേഹം ഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് കൂരിരുട്ടിലായിരുന്നു. കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ തന്നെയുമല്ല, വേറൊരു കൂരിരുട്ട്. അതെന്താണ്? എന്നെ കരുതാൻ ഈ ദൈവം മാലാഖമാരെ അയച്ചിട്ടുണ്ട് എന്ന് അതും യാക്കോബ് അറിഞ്ഞില്ല. എൻ്റെ കൂടെ ഈ മാലാഖമാർ നടക്കുകയായിരുന്നു. യാക്കോബ് അറിഞ്ഞില്ല. അറിവില്ലായ്മയുടെ കൂരിരുട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, മാലാഖമാരുടെ കാവലും കൂട്ടും എനിക്ക് തന്നിട്ടുണ്ട് എന്ന് യാക്കോബ് ഗ്രഹിച്ചില്ല. എന്നെ കാക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ടല്ലോ. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകാഗിയായി ബേർശേബ മരുഭൂമിയിൽ കൂടി ഞാൻ നടന്നുഴലുമ്പോൾ, ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോൾ മാലാഖമാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനിത് അറിഞ്ഞില്ലല്ലോ. അതറിവില്ലാതിരുന്നതാണ് കൂരിരുട്ട്. ഈ കണ്ട 70 മൈല് ഞാൻ സഞ്ചരിക്കുമ്പോൾ അങ്ങ് കനാനിൽ നിന്ന് പുറപ്പെട്ട് ബേഥേൽ വരെയും വരുന്നത് വരെയുള്ള ആ 70 മൈല് 2 ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ആ 2 മുഴുവൻ പകലും മുഴുവൻ രാത്രിയും ഈ 2 ദിവസങ്ങൾ കൊണ്ട് നടന്ന് തീർത്തതായ ആ 70 മൈല് സഞ്ചരിക്കുമ്പോഴും യാക്കോവിൻ്റെ കൂടെ മാലാഖമാരുണ്ടായിരുന്നു. യാക്കോവ് അതറിഞ്ഞില്ല. അത് അന്ധകാരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാലാഖമാരുടെ സാന്നിധ്യവും മാലാഖമാരുടെ കാവലും മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണവും അറിയാതിരുന്നു. അതും ഒരു അന്ധകാരമായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം മനസ്സിലായോ? ഇന്ന് അനേകം പേരിലും അന്ധകാരമുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ അറിയുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്നില്ല, ദൈവത്തിൻ്റെ വാത്സല്യം അറിയുന്നില്ല, ദൈവത്തിൻ്റെ മാലാഖമാരുടെ കാവൽ അറിയുന്നില്ല, മാലാഖമാരുടെ സംരക്ഷണം അറിയുന്നില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നത്രേ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ മാലാഖമാർ ചുറ്റും പാളയം ഇറങ്ങുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു. ദാവീദിൻ്റെ അനുഭവമാണ് ദാവീദ് പിൽക്കാലത്ത് അത് പറഞ്ഞത്. എന്നാൽ യാക്കോബ് അത് അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാവാർത്തു.
കൂരികളിൻ്റെ മധ്യത്തിൽ യാക്കോബ് രാപാർത്തു. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള കൂരിരുട്ടുണ്ടോ, ഞാൻ ഈ പറഞ്ഞ കൂരിരുട്ടൊന്നും ആയിരിക്കില്ല, നിങ്ങളെ അലട്ടുന്നതായ കൂരിരുട്ട്. നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ളതായ കൂരിരുട്ടുണ്ടോ, എന്തെല്ലാം തരത്തിലുള്ള നിരാശകളുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള ദുഃഖഭാരമുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള വിഷാദഭാരമുണ്ടോ, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയുണ്ടോ, ആരോരുമില്ല എന്നുള്ള വിചാരമുണ്ടോ, എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ നിങ്ങൾക്ക് ഒരു വാക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വിടരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുലരി ഉദിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനകാലം വരാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കൂരിട്ട് മാറാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നിരാശകൾ മാറാൻ പോകുന്നു. മോനെ, നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ അകലാൻ പോകുന്നു. മോളെ, നിൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, നിൻ്റെ അനാഥാവസ്ഥ മാറാൻ പോകുന്നു. ആരുമില്ലെന്നോർത്തല്ലേ നീ കരഞ്ഞത്? എനിക്ക് ആരുമില്ലെന്നോർത്തല്ലേ നീ നിലവിളിച്ചത്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നല്ലേ നീ ഓർത്തത്? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണമെന്നല്ലേ നീ ചിന്തിച്ചത്? ഞാൻ മരിക്കുകയല്ലേ ഭേദമെന്നല്ലേ ചിന്തിച്ചത്? എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നല്ലേ നീ ചിന്തിച്ചത്? നിന്നെ നോക്കാൻ, നിന്നെ കാക്കാൻ, നിന്നെ പരിപാലിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ, നിൻ്റെ ഭാവിയെല്ലാം ചിട്ടപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ദൈവം നിൻ്റെ സമീപത്തൂടെ നടക്കുകയാണ്. അവനിതാ നിൻ്റെ അരികത്തേക്ക് വന്ന് നിന്നോട് ചേർന്ന് നിൽക്കുകയാണ്. അവൻ നിൻ്റെ വലഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് പിൽക്കാൽ ദാവീദ് പറഞ്ഞു. അവൻ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുകയാണ്, തൊട്ടരികത്ത് നിൽക്കുകയാണ്. നിന്നെ താങ്ങാൻ, നിന്നെ ചാടിപ്പിടിക്കാൻ അവനിതാ കരം നീട്ടുകയാണ്. ആണിപ്പാടുള്ള കരം നിൻ്റെ നേരെ നീട്ടുകയാണ്. നിനക്ക് വേണ്ടി അടിച്ചു തകർക്കപ്പെട്ട കരം നിൻ്റെ നേരെ നീട്ടുകയാണ്. നിന്നെ വിടുവിക്കാൻ ആ കരം നീട്ടുകയാണ്. നിന്നെ മോചിപ്പിക്കാൻ ആ കരം നീട്ടുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ കൂരികൾ അകറ്റാൻ ആ കരം നീട്ടുകയാണ്. നിന്നിൽ പ്രകാശം തൂങ്ങിത്തരാൻ ആ കരം നീട്ടുകയാണ്. ആ കരം നീട്ടുമ്പോൾ അത് നിന്നെ പിടിക്കാൻ നിന്നെ നീ വിട്ടുകൊടുക്കൂ. ദൈവവൈതലേ, നിൻ്റെ ജീവിതം നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇരുളകറ്റുന്ന പ്രകാശം ഞങ്ങളുടെ മേൽ ഊതുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രകാശത്തിൻ്റെ ജ്വാലയിൽ ഞങ്ങളെ ആമോദിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗങ്ങൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ബാധകൾ മാറ്റണമേ, ശാപങ്ങൾ തീർക്കണമേ. കർത്താവേ, സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാവരുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.